Hi, hello, once again, welcome back to our channel candsvlog. ഇന്ന് നമുക്കൊരു അടിപൊളി ക്രിസ്മസ് സ്പെഷ്യൽ ഡ്രോയിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ A4 ഷീറ്റിലായിട്ട് നമ്മുടെ നോർമൽ ക്രയോൺസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ നല്ല എളുപ്പത്തിൽ വരച്ചെടുക്കാനായിട്ട് പറ്റും. ആദ്യം നമ്മൾ A4 ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് ഈ ഒരു ഡ്രോയിങ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഷീറ്റിലേക്ക് വരച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ 4 സൈഡിലായിട്ട് ഇതുപോലെ നമുക്ക് മാസ്കിംഗ് ടേപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്രയോൺസ് വെച്ചിട്ട് അങ്ങനെ വരയ്ക്കാറൊന്നുമില്ല. നേരത്തെ എന്ന് വെച്ചാൽ ചെറുതായിരുന്നപ്പോൾ എല്ലാവർക്കും ഈ ഒരു വാക്സ് ക്രയോൺസ് ആയിരിക്കുമല്ലോ വാങ്ങിക്കൊടുക്കുക. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടായിരിക്കും കൂടുതലും ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് സ്കെച്ച് പെൻ ഉണ്ട്, അതുപോലെ അക്രിലിക് പെയിൻറ്റ്, വാട്ടർ കളേഴ്സ്, അതൊക്കെയാണ് കൂടുതലും എടുക്കുന്നത്. പക്ഷേ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഈ ഒരു ക്രയോൺസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഡ്രോയിങ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പെൻസിൽ വെച്ച് ഇതുപോലെ ഒരു ഔട്ട്ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് സൈഡിലായിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ കുനിപ്പ് പോലെയൊക്കെ വരച്ചെടുക്കില്ലേ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ നോക്കുമ്പോൾ അത് മനസ്സിലാവും. ആ ഒരു രീതിയിലൊന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ആദ്യം നമ്മുടെ ബ്ലൂ കളറിലെ ക്രയോൺസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഒരു മരത്തിൻ്റെ ഷേപ്പിൽ വരച്ചു കൊടുത്തില്ലേ, അവിടെ ആയിട്ട് ഞാനൊരു ഔട്ട്ലൈൻ പോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് കുറച്ച് ഭാഗത്തേക്ക് ആ ഒരു ബ്ലൂ കളർ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇനി കുറച്ച് ഭാഗത്തേക്ക് നമുക്ക് ഡാർക്ക് ബ്ലൂ കളർ ഒന്ന് അടിച്ചു കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള ഭാഗത്തേക്ക് നമ്മൾ വയലറ്റ് കളർ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു മരത്തിൻ്റെ ഷേപ്പിൽ വരച്ചെടുത്തിട്ടില്ലേ, അവിടെ ആയിട്ട് ഇതുപോലെ ഡാർക്ക് ഗ്രീൻ കളർ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടല്ല, അതിൻ്റെ സൈഡിൽ മാത്രം ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി ഉള്ളിലായിട്ട് ഇതുപോലെ നമുക്ക് ലൈറ്റ് ഗ്രീൻ കളർ ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ നമ്മൾ ഇടയിലായിട്ട് കുറച്ച് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ കളറും ഓറഞ്ച് കളറിലേക്ക് ക്രയോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ലൈറ്റും അതുപോലെ കുറച്ച് ബോളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ തോന്നാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. പിന്നെ അതിന് താഴെയായിട്ട് നമ്മൾ ബ്രൗൺ കളർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ താഴെയുള്ള ഭാഗത്തേക്ക് നമ്മുടെ സ്കിൻ ടോൺ കളർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പറും പിന്നെ ഇയർബഡ്സാണ് എടുക്കണേ. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ, അത് നമുക്ക് ബഡ്സ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രയോൺസ് വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു ഓയിൽ പേസ്റ്റൽസ് വെച്ച് വരയ്ക്കുന്ന അത്ര പെർഫെക്ഷനായിട്ട് കിട്ടില്ല, പക്ഷേ കാണാനായിട്ട് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും കേട്ടോ.
ഞാനിപ്പോൾ ഈ ഒരു ക്രയോൺസ് കണ്ടപ്പോൾ നമ്മൾ കുറേ നാളായി ക്രയോൺസ് വെച്ച് ഡ്രോയിങ് ഒക്കെ ചെയ്തിട്ട് പിന്നെ കുറേ പേരായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് നമ്മളൊരു ഡ്രോയിങ് ചെയ്യണത് കേട്ടോ. പിന്നെ ഫൈനൽ ലുക്ക് നോക്കിയിട്ട് സംഭവം എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് പറയാം കേട്ടോ. അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഇതുപോലെ ബ്ലാക്ക് കളറിലെ ക്രയോൺസ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. പിന്നെ ബഡ്സ് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ബ്ലാക്ക് കളറിലെ മാർക്കർ പെൻ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഉള്ളിലായിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ബോൾസ് മാത്രമല്ലല്ലോ ലൈറ്റൊക്കെ ഇട്ട് കൊടുക്കില്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ തോന്നാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊന്ന് വരച്ചെടുക്കാം. പിന്നെ അവിടെയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലെ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ലൈറ്റിൻ്റെയൊക്കെ രീതിയിൽ തോന്നും. ഞാനിപ്പോൾ യെല്ലോ കളറാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഇതുപോലെ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ഡോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ക്രിസ്മസ് ട്രീയിലായിട്ടും ആ ഒരു വൈറ്റ് കളർ വെച്ചിട്ട് കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞ് വീഴുന്ന പോലെയും പിന്നെ ആ ഒരു രാത്രിയുടെ എഫക്റ്റൊക്കെ തോന്നാൻ വേണ്ടിയിട്ടാണ്. പിന്നെ താഴെയായിട്ട് നമുക്ക് ഡാർക്ക് ഗ്രീനും ബ്രൗൺ കളറൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ബോൾസ് വരച്ചെടുത്തിട്ടില്ലേ, അവിടെയായിട്ട് ഇതുപോലെ ബ്ലാക്ക് കളറിലെ മാർക്കർ പെൻ വെച്ചിട്ട് ഞാനൊന്ന് ഔട്ട്ലൈൻ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സൈഡിലുള്ള മാസ്കിംഗ് ടേപ്പൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രോയിങ് ആണ്. പിന്നെ വേണമെങ്കിൽ നമ്മൾ ക്രിസ്മസ് ഗ്രീറ്റിംഗ് കാർഡൊക്കെ ചെയ്യില്ലേ, അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.